നമ്മുടെ ഈ ആർട്ടിഗ്രോ കുടുംബത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചെറിയ ചെടിനടൽ പരിപാടിയാണ്. മണിൽക്കര സപ്പോട്ട എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം ചിക്കൂസ് പ്ലാന്റിനെയാണ് നടീലിലൂടെ ഈ മണ്ണിന്റെ അവകാശികളാക്കുന്നത്. ആളുടെ ജാതകം വായിച്ച് ഞാൻ നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. ക്വാറന്റൈൻ്റെ സമയങ്ങളിൽ അത്യാവശ്യമുണ്ടായിരുന്ന ചെടി ശേഖരണത്തിൽ ഇപ്പോൾ ഇല്ലാത്തവയാണ് റംബുട്ടാനും ചിക്കൂസും. റംബുട്ടാന്റെ കാര്യത്തിൽ തൊഴിലുറപ്പുകാരും ചിക്കൂസിന്റെ കാര്യത്തിൽ ഞാനും ഒരു തീരുമാനമുണ്ടാക്കി. 2020 താൻ നിൽക്കുന്ന സ്ഥലത്ത് വെട്ടവും വെളിച്ചവും വെള്ളവുമില്ല എന്ന ചിക്കൂസിന്റെ നിരന്തര പരാതിയെ തുടർന്ന് ചെറുതായി ഒന്ന് സ്ഥലം മാറ്റി നിർത്തിയതാണ്. അത്ര മാത്രമേ ഓർമ്മയുള്ളൂ. അങ്ങനെ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അത് കഴിഞ്ഞുള്ള 4-5 വർഷങ്ങൾ ജീവിതഗതിയുടെ ഏറ്റക്കുറച്ചിലുകളിൽ എന്റെ പരിചരണം ആവശ്യമുള്ള മറ്റു വിഷയങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചതിനാൽ പ്ലാൻ ഡൊമൈനിൽ നിന്ന് തന്നെ മാറി നിൽക്കേണ്ടി വന്നു. വീണ്ടും കൃഷി എന്നൊരാശയം മനസ്സിൽ മുട്ടിട്ടപ്പോഴേ ഉറപ്പിച്ചതാണ് കുറച്ച് ബലവൃക്ഷാദികളെ കൂടി ഈ പറമ്പിന് അവകാശികളാക്കണമെന്ന്. ഇനി നമുക്ക് ഇന്നത്തെ കാര്യത്തിലേക്ക് കടക്കാം. ചെടി നടലിനെ കുറിച്ച് പ്രത്യേകിച്ച് ആരോടും പറയേണ്ട കാര്യമില്ലല്ലോ. ചെടി വളർന്നു വരാനുള്ള സാഹചര്യം കണക്കിലെടുത്താണ് അതിനുള്ള സ്ഥാനം കണ്ടെത്തിയത്. അത്യാവശ്യം നല്ല ആഴത്തിലാണ് കുഴിയെടുത്തിരിക്കുന്നത്. കാണുമ്പോൾ ഒരു ചെടിനടിയിലെന്ന് തോന്നാമെങ്കിലും തലച്ചോറ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മാനസിക ഉല്ലാസമാണ് എനിക്കിതൊക്കെ എന്നൊക്കെ പറയാം. എങ്കിലും ഒരു ദിവസം ഒരു പരിധിക്കപ്പുറം ഇത്തരം മാനസിക ഉല്ലാസങ്ങൾ ഞാൻ എൻ്റെ തലച്ചോറിന് നൽകാറില്ല. അത് ശാരീരികക്ഷമതയെ നന്നായി ബാധിക്കും എന്നതുകൊണ്ടാണ്. അത്യാവശ്യം വലുപ്പത്തിലെടുത്ത കുഴിയിൽ ഞാൻ ആദ്യം ഇട്ടത് ഡോളമൈറ്റ് ആണ്. സാധാരണ ഒരാഴ്ചയ്ക്ക് മുൻപെങ്കിലും കുമ്മായം ഇട്ട് മണ്ണ് ട്രീറ്റ് ചെയ്തിടാറുണ്ട്. ഡോളമൈറ്റിന്റെ കാര്യത്തിൽ അത് ആവശ്യമില്ലെന്നാണ് കൂടുതൽ ആളുകളും പറയുന്നത്. നോട്ട് ദ പോയിന്റ്. ഇവിടെ ചുറ്റുവട്ടമുള്ള ചെറുകിട കർഷകരുടെ കാര്യമാണ് പറഞ്ഞത്. ശേഷം കരിയിലയിട്ട് പുതയിട്ട് കൊടുത്തു. ഇത് പല രീതിയിൽ ചെയ്യാം. ഞാനിവിടെ കരിയിലയിട്ട് ചവിട്ടി താഴ്ത്തി കൊടുത്തു. അപ്പോൾ എന്റെ കാലുകൾക്കും ഈ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തതിൽ ഒരു സന്തോഷം തോന്നുമല്ലോ. പോരാത്തതിന് ചിക്കൂസ് ചെടിക്ക് മൾബറിയുടെ ഒരു കമ്പും താങ്ങായി നൽകിയിട്ടുണ്ട്. മണ്ണിനോടും കൃഷിയായുധങ്ങളോടുമുള്ള കൈവഴക്കം ആയി വരുന്നതേ ഉള്ളൂ. അത് ഈ മണ്ണുകോരൽ കണ്ടാൽ യഥാർത്ഥ കർഷകർക്ക് മനസ്സിലാക്കാൻ കഴിയും. എനിക്ക് കൃഷിക്കായി മാറ്റിവെക്കാൻ വളരെ കുറച്ച് സമയമേ കിട്ടാറുള്ളൂ. ഈ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ എൻ്റെ ചിന്താഗതിക്കും നല്ല മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. अब अपनी आंखें खोलोगी।